ഹലോ ഡിയർ സുഗമോദേവി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നമ്മുടെ അരുന്ധതി അറിയുകയാണ് നമ്മുടെ ഋഷിയുടെ മാറ്റം. ദേവിക വന്നതിൽ പിന്നെ നമ്മുടെ ഋഷിക്ക് ഉയർച്ച ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നു ഋഷി, സംസാരിക്കുന്നു ഋഷി, എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മുടെ ഋഷി. അപ്പൊ സ്വന്തം മകന് വേണ്ടി നമ്മുടെ ദേവികയെ അരുന്ധതി വിലക്കെടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അരുന്ധതി നമ്മുടെ ദേവികയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട്, എൻ്റെ മകന് വേണ്ടി ഇനി എന്നും ദേവിക എൻ്റെ മകന്റെ ഒപ്പം ഉണ്ടാകണം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ദേവികയ്ക്കാണെങ്കിൽ പിന്നെ നോ പറയാൻ പണ്ടേ അറിയില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മുടെ ദേവിക മൂളി സമ്മതിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഋഷിയെ കയറി നമ്മുടെ ദേവിക കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഋഷിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ ദേവികയെ കാണുമ്പോൾ ഇങ്ങനെ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ ആ ഒരു പാർട്ടി മീറ്റിങ്ങിൽ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ പാർട്ടിക്കാർ പറയുന്നുണ്ട്, സിദ്ധാർത്ഥന്റെ പേര് അവിടെ മുകളിലേക്ക് കൊടുത്തപ്പോൾ അവര് റിജക്ട് ചെയ്ത് അയക്കുകയായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥനെ ആക്ഷേപിച്ച് വിടുന്നുണ്ട് കേട്ടോ പാർട്ടിക്കാര്. അപ്പൊ സിദ്ധാർത്ഥൻ ആ ഒരു ദേഷ്യമൊക്കെ വന്ന് നമ്മുടെ പ്രഭാവതിയുടെ അടുത്ത് വന്ന് തീർക്കുന്നുണ്ട്. എന്താ പറയാ, വിളിച്ച് ആക്ഷേപിക്കുന്ന പോലെയായിരുന്നു പ്രഭ എന്നെ അവിടെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ ഭയങ്കര കട്ടക്കലിപ്പിലും സങ്കടത്തിലും ആട്ടോ. അപ്പൊ ചന്ദ്രോത്ത് കുടുംബം മൊത്തത്തിൽ താളം തെറ്റി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ദേവികയുടെ ഈ ഒരു തീരുമാനം കൂടി നമ്മുടെ ചന്ദ്രോത്ത് വീട് അറിയാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയായി തീരും അല്ലെ, ഒരു യുദ്ധം തന്നെ അവിടെ പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.